ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ജോധ്പൂരിലത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഭേലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ മിശ്രമൊക്കെ അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് തിന്നാൻ തരില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് മണ്ടോർ ഗാർഡൻ. ആദ്യമായിട്ട് നമ്മൾ പോണത് മണ്ടോർ ഗാർഡനിലാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടും വെയിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും പൂവണ സമയം എപ്പോഴും നല്ലത് രാവിലെയും വൈകിട്ടും ആണ് ഇവിടെ കാണാനും നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന സമയം കേട്ടോ. അപ്പോൾ 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അതിൽ നമുക്ക് ടോയ് ട്രെയിനിൽ പോവുകയും ചെയ്യാം. ഉള്ളിൽ ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ഇവിടെ ചുറ്റാൻ വരിക. ഇവിടെയാണ് മണ്ടോർ ഗാർഡനിലേക്ക് പോകാൻ പറയുക. അപ്പോൾ ജോധ്പൂരിലത്തെ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. മണ്ടോദരിയുടെ നാടായതുകൊണ്ടാണ് മണ്ടോർ എന്നുള്ള പേര് വന്നതെന്നാണ് ഒരു കഥ കേട്ടോ. രാവണൻ്റെ സസുരാൽ എന്നാണ് പറയണത് ആൾക്കാർ. ഇപ്പോഴും മണ്ടോദരിയുടെ ആ ഒരു പരമ്പരയാണെന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടത്ര കേട്ടോ. ഒരു പ്രത്യേക ഗോത്രം ഉണ്ടത്ര ഇവിടെ. അപ്പോൾ അത് കണ്ടില്ലേ, രാജസ്ഥാനി ഡ്രസ്സിൽ നിൽക്കുന്നുണ്ടോ കുറേ. അവരൊക്കെ ആ ഡ്രസ്സാണ് ഇവിടെ സാധാരണ ഇടുക. അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ വരുന്നതാണ് അവിടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് തോന്നും എന്താ ഇതിപ്പോൾ ഇങ്ങനെ വേഷം കെട്ടി നിൽക്കണം. അല്ല കേട്ടോ, ഇത് അവരുടെ സാധാരണ വേഷമാണ്, ഇവരുടെ ഡ്രസ്സാണ് ഇവിടുത്തെ ലെഹങ്ക മാതിരി ഉള്ളത്. അപ്പോൾ ആ കാണുന്ന കോട്ട മാതിരിയുള്ള സാധനങ്ങളാണ്. ഞാൻ ആദ്യം അമ്പലങ്ങളാണെന്നാണ് വിചാരിച്ചത്. അത് ഓരോരോ രാജാക്കന്മാരുടെ സിനോടാഫ്സ് എന്ന് പറയില്ലേ, അത് സ്മാരക കുടീരങ്ങളാണ് കേട്ടോ. ഇവിടെ അവരുടെ ഇതില്ല, ശരീരമില്ല, വെറും അവരുടെ സ്മാരക കുടീരങ്ങൾ. ഛത്രീസ് എന്ന് പറയും ഇവരുടെ ഭാഷയിൽ, ഛത്രീസ്. അപ്പം നെക്സ്റ്റാണ് ഇത് നമ്മൾ പോണത് ഉമൈദ് ഭവൻ പാലസാണ്. ഉമൈദ് ഭവൻ പാലസ് എന്ന് പറയുന്നത് ഇപ്പോഴും രാജാവ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഓണറാണ് മഹാരാജ ഗജ് സിംഗ് 2 ആണ് ഇപ്പോഴത്തെ ഓണർ. അവരും ഇതിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ താജിൻ്റെ ഒരു ഹോട്ടലാണ്. പിന്നെ ബാക്കിയുള്ളത് മ്യൂസിയമാണ്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ രാജാവ് കേട്ടോ. ഇപ്പം ഇങ്ങനെയല്ല, ഇവരുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ് ഇപ്പോഴത്തെ. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഇതിൽ തന്നെ താമസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. ബാക്കി അതൊക്കെ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളതാണേ. മുമ്പത്തെ ഈ കോട്ട ഉണ്ടാക്കുമ്പോഴത്തേയും എല്ലാം. അപ്പോൾ ഇതുണ്ടാക്കിയത് മഹാരാജ ഉമൈദ് സിംഗ് ആണ്. ഈ ഇപ്പോഴത്തെ രാജാവിൻ്റെ അപ്പൂപ്പൻ ആണ് ഈ ഉമൈദ് ഭവൻ പാലസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇവിടുത്തെ എല്ലാ കോട്ടകളും സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ പെയിൻറ്റിംഗ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അന്ന് എന്തൊക്കെ ചെയ്തിരുന്നതെന്നുള്ളതും ഒക്കെയാണ് അവിടെ ഫോട്ടോസിലുമൊക്കെ. അങ്ങനെയാണ്. 347 റൂമുണ്ട് ഇതിൽ. ഇതാ കണ്ടോ, ഒരു ചെറിയൊരു റെപ്ലിക്ക കണ്ടില്ലേ, ഫുള്ളായിട്ടുള്ളൊരു മോഡൽ. അപ്പോൾ ഇവിടെ ഫേമസ് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. പ്രിയങ്ക ചോപ്രയുടെ, നിക് ജോണാസിൻ്റെ, അവർ രണ്ടുപേരുടെയും കല്യാണം ഇവിടെ നടന്നത്. അങ്ങനെ കോടീശ്വരന്മാർക്കൊക്കെ നടത്താം കേട്ടോ. ഹോട്ടലും ഉണ്ടല്ലോ, താജിൻ്റെ ഹോട്ടലും ഉണ്ട്, റൂംസ് ഉണ്ട് ഇഷ്ടംമാതിരി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, മുമ്പത്തെ രാജാക്കന്മാരുടെ എല്ലാം ഫുള്ള് ഫോട്ടോസ് എല്ലാം മുകളിലുണ്ട്. ഓരോരോ ഈ ജോധ്പൂരിലത്തെ രാജാക്കന്മാരുടെ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ. പഴയ അവരുടെ പൂട്ടും, അന്നത്തെ കാലത്തെ പൂട്ടും കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടേ ആ പഴയതൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാം. പൂന്തോട്ടത്തിലെ പണിക്കുള്ള സാമാനങ്ങൾ, പിന്നെ കുറേ ആയുധങ്ങൾ, അതൊക്കെ സാധാരണ എല്ലാ മ്യൂസിയത്തിലും, ഇവിടെയുള്ള മെയിൻ മ്യൂസിയങ്ങളിൽ. ഇത് പിന്നെ ഇവർ വേട്ടയാടി ഉള്ള അവരുടെ ശരിക്കുള്ള തോലിൽ ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കരടിയും പുലിയും ഒക്കെ കേട്ടോ. ശരിക്കുള്ള അന്നൊക്കെ വേട്ടയാടാൻ പാടുമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസുണ്ട്. ശരിക്കുള്ള പുലിയുടെ ഫോട്ടോ ഉണ്ട് അവിടെ. അവർ പിടിച്ച് ഇതാക്കിയപ്പോൾ ഇനി വളർത്തിയിരുന്നോ എന്നറിയില്ല കേട്ടോ. അതൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അത് കാരണം നമുക്കത് നോക്കിയാൽ പറയാൻ പറ്റില്ല. ഇത് ഇപ്പോഴത്തെ രാജമാത, രാജാവ്, ഭാര്യ, 2 മക്കൾ, അവരുടെയാണ് ഈ ഫോട്ടോ. ഇദ്ദേഹമാണിപ്പോൾ ഇവിടെ നിലവിലുള്ള രാജാവ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജഭരണം ഒന്നുമില്ലെങ്കിലും ഇവിടെയൊക്കെ രാജസ്ഥാനിൽ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വലിയ സ്ഥാനമാണ്. ഇത് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവരുടെ, അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ അല്ല. ഇത് ഇവരുടെ രാജാവിൻ്റെ തന്നെയാണ് ഇപ്പോഴും, അവരുടെ കുടുംബമായിട്ടുള്ളതേ. അപ്പോൾ അവിടുത്തെ അവരുടെ അന്നത്തെ ഡൈനിങ് റൂം, അന്നത്തെ പോളോ സ്പോർട്സില്ലേ, അതിൻ്റെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ, അന്നത്തെ കാലത്തേ ഒക്കെ കിട്ടിയ സാമാനങ്ങൾ, കുതിരയുടെ വരെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോളോ കളിക്കുമ്പോൾ കുതിരപ്പുറത്തല്ലേ
ഇരുന്നിട്ട് ചെയ്യുക. അവരുടെയൊക്കെ ഇതായി ഓരോ ഇത് ഗ്ലാസിൻ്റെ ഓരോ ഇതിലേ ചൈന ഇതിൽ ഉള്ള ഫോട്ടോസ്. പിന്നെ ഇത് ഡൈനിങ് റൂം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, സ്വീകരണ മുറി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഒരു അലമാര കണ്ടില്ലേ, അത് ഫുള്ള് ഗ്ലാസ്സാണ് അലമാര. ഉള്ളിലത്തെ കാണില്ല, പക്ഷെ പുറത്ത് മുഴുവൻ ഗ്ലാസ്സാണ്. പിന്നെ ഇങ്ങനെ വലിയ ഇടനാഴികൾ, ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേട്ടോ. അല്ലാണ്ട് ഇതിൽ ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ 60 രൂപയാണ് ചാർജ്, ഒരാൾക്ക് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി. പിന്നെ ഇവിടെ തന്നെ സാധനങ്ങൾ വാങ്ങാം. ഇത് കണ്ടില്ലേ, ഇതൊരു സൂത്രം, നെറ്റിട്ടിരിക്കുക. ഈ നടുമുറ്റത്തുണ്ടല്ലോ നെറ്റിട്ടിരിക്കുകയാണ് മുകളിൽ. അല്ലെങ്കിൽ പ്രാവുകൾ നിറയല്ലേ ഇവിടെ, ഒക്കെ ഉള്ളിൽ വന്നിട്ട് ഫുള്ള് വൃത്തി കിടക്കില്ലേ. അപ്പം നെറ്റിട്ടിട്ടുണ്ട് കണ്ടില്ലേ മുകളിൽ. ഇത് ഒരു നല്ലൊരു പൂമുഖം മാതിരി കേട്ടോ, വലിയൊരു ഹാളാണ്. അതാണ് ഇവിടുത്തെ ഓറിയൻ്റൽ റൂം. അവിടെയാണ് രാജാവൊക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു വലിയ നമ്മൾ ഉണ്ടാവില്ലേ അങ്ങനെ ദർബാർ, അതാണ് ദർബാർ ഹാളാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഈ കൺസർവേഷൻ ഓഫ് രാമായണ മ്യൂറൽസ്, മുമ്പത്തെ കാലത്ത് ഇവരുടെ രാജകുടുംബാംഗങ്ങളുടെ കയ്യിൽ വളരെ പഴയ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നതിനെ, അതിൻ്റെ ഫോട്ടോ ഉണ്ട് താഴെ. അതൊക്കെ ഇങ്ങനെ വളരെ കാലം കഴിയുമ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കളറൊക്കെ പോകുമല്ലോ, അതെല്ലാം ഒന്നും കൂടി കൺസർവേഷൻ നടത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ്. രാമായണ മ്യൂറൽസ് ആണ് ഇതൊക്കെ കേട്ടോ. രാമായണത്തിലത്തെ ഓരോരോ രംഗങ്ങളാണ്. രാമൻ്റെ യുദ്ധവും രാമനും സീതയും കൂടി കാട്ടിലിരിക്കുന്നതും ചിത്രകാരന്മാരുടെ ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അവിടെ. പഴയ കമ്പ്രാന്തിലും വാൾലേമ്പും ഒക്കെ പഴയ ടൈപ്പ്. എന്ത് ഭംഗിയല്ലേ അന്ന് തന്നെ. ഇവിടെയൊക്കെ ഒരു ദിവസം ഇരിക്കണമെങ്കിൽ തന്നെ എന്തായിരിക്കും ഭാഗ്യവാന്മാരല്ലേ. അങ്ങനെ പഴയ തരം. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഈ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് ഘണ്ടാഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവറാണ്. ആ പിന്നിൽ കാണുന്ന കോട്ടയാണ് മെഹ്റാൻഗഡ് ഫോർട്ട്. ഞാൻ മുമ്പ് മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. മെഹ്റാൻഗഡ് ഫോർട്ട് കണ്ടോളൂ. വളരെ പഴയ കാലത്തൊക്കെ വെറും ഈ ഒരു ക്ലോക്ക് ടവർ മാത്രമേ സമയം നോക്കാനുണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ലോക്കൽസിന് എന്നാണ് പറയണത്. അപ്പം ഇത് സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ മാർക്കറ്റിനും അത് കാരണം സർദാർ മാർക്കറ്റ് എന്ന പേര്. മഹാരാജ സർദാർ സിംഗ് ആണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അതാണ് പേര്. അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ഉണ്ടല്ലോ, ഈ സൺസെറ്റ് സമയം ഭയങ്കര ഭംഗിയാണ് ഇവിടെ. ഈ പിന്നിൽ ആദ്യം ക്ലോക്ക് ടവർ, അതിൻ്റെ പിന്നിൽ മെഹ്റാൻഗഡ് ഫോർട്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണാൻ ആ ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾക്ക് ഫുള്ള് സിറ്റി കാണാം. ഈ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേ ഇനി കയറിയില്ല, നല്ല വൈകി. അപ്പം എന്നാൽ ശരി കേട്ടോ, ഇന്നത്തെ യാത്ര നിർത്തട്ടെ. ടാറ്റാ.